എവരിവൺ വെൽക്കം ടു ഓട്ടോ മാഡ്നസ്. നമ്മൾ ഇന്ന് വന്നേക്കുന്നത് മലയാളികൾക്ക് തീരെ പരിചിതമല്ലാത്ത ഒരു ബ്രാൻഡുമായിട്ടാണ്. സിയറ്റിന്റെ കോമ്പാക്ട് എക്സ്യൂവി ആയിട്ടുള്ള അറ്റേക്കയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സ്പാനിഷ് ബ്രാൻഡാണ്. ആക്ച്വലി നമ്മുടെ ഫോക്സ് വാഗൻ ഗ്രൂപ്പിന്റെ ഒരു ചൈൽഡ് കമ്പനിയാണ് സിയറ്റ്. നമുക്ക് ജർമ്മനിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് സിയറ്റ് അറ്റേക്ക. ബേസിക്കലി നമ്മുടെ ഫാമിലീസിന് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു SUV ആണിത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. ഫ്രണ്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നല്ല ബോൾഡ് ആയിട്ടുള്ള ഒരു ലുക്കാണുള്ളത്. ഷാർപ്പായിട്ടുള്ള ബോണറ്റ് ലൈൻസ് ഒക്കെയാണ്. പിന്നെ ഫ്രണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ ഫോക്സ് വാഗൻ ഗ്രൂപ്പിൽ കാണുന്ന പോലെ ഒരു സിമ്പിൾ എലഗന്റ് ഡിസൈനാണ്. ബേസിക്കലി ഒരു 10 വർഷം കഴിഞ്ഞ് കണ്ടാലും നമുക്ക് അത്രയും ഒരു പഴമ തോന്നാത്ത രീതിയിൽ നല്ല രീതിയിൽ ഏജ് ചെയ്യുന്ന ഒരു ഡിസൈനാണ് വന്നേക്കുന്നത്. ഇത് സിയറ്റിന്റെ ലോഗോ, ആ ഒരു ഗ്രില്ല് അധികം വലിയ വലിപ്പമില്ലാതെ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈൻ DRL ആണ്. സിമ്പിൾ ആയിട്ടുള്ള പിന്നെ ഫോഗ് ലാംപ്സ് വന്നിട്ടുണ്ട് ഫ്രണ്ടില്. അതൊക്കെ തന്നെയാണ് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഫോക്സ് വാഗൻ ഗ്രൂപ്പിന്റെ ഡിസൈൻ തന്നെയാണ് ഫോളോ ചെയ്തേക്കുന്നത്. സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അലോയ് വീൽസ് ആണ് വരുന്നത്. ഇതിപ്പോൾ ഇതിന്റെ ടോപ്പ് എൻഡ് ട്രിപ്പാണ്. നമ്മുടെ അറ്റേക്കയ്ക്ക് വരുന്ന ടോപ്പ് എൻഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ വേർഷനാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അലോയ്സ് ബൈ ഡിഫോൾട്ട് വരുന്നതാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൾ ടെറൈൻ ടയറാണ്. നമുക്ക് വിന്റർ സമ്മർ 2 സീസൺ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ടയറാണ് ഇതിൽ വരുന്നത്. മിറേഴ്സ് ഓട്ടോ ഫോൾഡബിൾ ആണ്. ടോപ്പ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതൊരു സിൽവർ ഫിനിഷിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ഒരു ക്രോമിയം കൊടുത്തിട്ടുണ്ട് വിൻഡോ ലൈനുകൾക്ക്. ഇവിടെ ഒരു നല്ലൊരു ഷോൾഡർ ലൈൻ കൊടുത്തിട്ടുണ്ട്, ഷാർപ്പായിട്ടുള്ളത്. നമുക്ക് ഉള്ളിലെ സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് 2 കിഡ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ 2 ചൈൽഡ് സീറ്റ്സ് വെച്ചിട്ടുണ്ട്. 2 ഫുൾ സൈസ് ചൈൽഡ് സീറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കൊച്ചിന് കൂടിയേ നമുക്ക് ഇടയ്ക്ക് ഒരു സ്പേസ് ഉണ്ടാവത്തുള്ളൂ. നമുക്കൊരു അഡൾട്ടിന് നടുക്ക് ഇരിക്കാനുള്ള സ്പേസ് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഒരു ചൈൽഡ് സീറ്റുകൾ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് 3 അഡൾട്ട്സിന് സുഖമായിട്ട് ഇരിക്കാവുന്ന സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഡോർ ട്രിമ്മിലോട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സോഫ്റ്റ് മെറ്റീരിയലാണ് ടോപ്പിൽ വന്നേക്കുന്നത്. ഹാൻഡിലാണെങ്കിലും നല്ല സോളിഡ് ആയിട്ടുള്ള ഹാൻഡിലാണ്. ഇവിടെ വിൻഡോ കൺട്രോൾസ്, ഒരു 1 ലിറ്റർ ബോട്ടിൽ മ്യൂസിക് സിസ്റ്റം. സിയറ്റിന്റെ തന്നെ മ്യൂസിക് സിസ്റ്റം ആണ് വരുന്നത്. ഒരു 8 സ്പീക്കർ മ്യൂസിക് സിസ്റ്റം. അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് മ്യൂസിക് സിസ്റ്റമാണ്. പിന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഫാബ്രിക് സീറ്റ്സ് ആണ്. ഇപ്പോൾ ടോപ്പ് എൻഡ് വേരിയന്റ് ആയതുകൊണ്ട് നമുക്ക് സൈഡ് അൽക്കന്താര വരുന്നുണ്ട്. അൽക്കന്താര ഫിനിഷാണ്. സൈഡ് ബോൾസ്റ്റേഴ്സ് വരുന്നത് ബാക്കി ഫാബ്രിക് ആയിട്ട് വരുന്നു. അപ്പോൾ നമുക്കൊരു സമ്മർ ആയാലും വിന്റർ ആയാലും ഫാബ്രിക് ആയതുകൊണ്ട് സീറ്റ് അത്യാവശ്യം ആ ഒരു ക്ലൈമറ്റിനെ ഹോൾഡ് ചെയ്യുന്നതൊക്കെ രീതിയിലാണ്. പിന്നെ മാനുവൽ ആയിട്ടുള്ള സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, ഹൈറ്റ്, ഫ്രണ്ട് ബാക്ക് ഹൈറ്റ് എല്ലാം നമുക്ക് മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ വരുന്നത് നമുക്ക് ഉള്ളിൽ സ്റ്റിയറിംഗ് കൺട്രോൾസ് നമുക്ക് ചെറുതായിട്ട് നോക്കാം. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടച്ച് കൺട്രോൾസ് എല്ലാമാണ് നമുക്ക് ബേസിക്കലി വരുന്നത്. അതായത് ഇതിന്റെ കപ്പാസിറ്റീവ് ബട്ടൺസ് അല്ല, വളരെ ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബട്ടൺസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുന്ന ക്ലിക്കിംഗ് ഫീലുള്ള കൺട്രോൾസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. പാഡിൽ ഷിഫ്റ്റ് ആക്ച്വലി ഈ ഒരു വണ്ടിക്ക് DSG ഗിയർ ബോക്സ് വരുന്നതുകൊണ്ട് തന്നെ പാഡിൽ ഷിഫ്റ്റ് ഒരു പരിധി വരെ നമുക്ക് വലിയ യൂസ് വരുന്നില്ല. അത്യാവശ്യം നല്ല ഗിയർ ബോക്സ് ആയതുകൊണ്ട്. പിന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണെങ്കിലും ഡിജിറ്റലാണ് വരുന്നത്. വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റാർട്ട് ബട്ടണിൽ നമുക്കൊരു ഹാർട്ടിന്റെ ബീറ്റ് പോലെ ആ ലൈറ്റ് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഫ്രണ്ട് ഡോർ പാഡ് നോക്കുവാണെങ്കിൽ നമുക്ക് മിറർ കൺട്രോള്, ഓട്ടോമാറ്റിക് ഫോൾഡിംഗ് മിറേഴ്സ് ഉണ്ട്. പിന്നെ ഇത് ഡോർ ലോക്ക്, സെൻട്രൽ ലോക്ക് സിസ്റ്റം, 4 വിൻഡോസ് നമുക്ക് കൺട്രോൾ ചെയ്യാം ഡ്രൈവറിന്. ചൈൽഡ് വിൻഡോസ്, റിയർ സീറ്റ് വിൻഡോസ് നമുക്ക് ഇവിടുന്ന് ലോക്ക് ചെയ്യാം. അപ്പോൾ പിള്ളേർ തന്നെ അത് ഓപ്പറേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് കൺട്രോൾ ചെയ്യാം ഇവിടുന്ന് തന്നെ. പിന്നെ നമുക്കൊരു നോർമൽ സൈസ് ബോട്ടിൽ ഫിറ്റ് ആവും. യൂഷ്വൽ 1 ലിറ്റർ ബോട്ടിലെല്ലാം ഹോൾഡ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഒരു ഡിസൈനാണ്. ഇവിടെ ഒരു ഫാബ്രിക് വരുന്നുണ്ട്. ഇവിടെ ഒരു ബ്രോൺസ് മെറ്റാലിക് ഫിനിഷ് ഉള്ള ഒരു എലമെന്റ് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് നമുക്ക് അത്യാവശ്യം നല്ല സോഫ്റ്റ് സ്ക്വിഷി ആയിട്ടുള്ള മെറ്റീരിയലാണ് കൊടുത്തിരുന്നത്. താഴോട്ട് വരുമ്പോൾ കുറച്ച് ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. ബട്ട് സ്റ്റിൽ നമ്മൾ അത്രയും അത് അഫക്റ്റ് ചെയ്യുന്നില്ല. താഴോട്ടായതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ DSG ഗിയർ ബോക്സ് ആണ്. ഓട്ടോമാറ്റിക് 7 സ്പീഡ് DSG.
പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് നമുക്ക് സ്പോർട്ട് മോഡിലിടാം. സ്പോട്ടിലിട്ട് ഗിയർ നോബ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഇതുപോലെ ഇവിടെ ഈ ഒരു ടോപ്പ് വേരിയന്റിന് നമുക്ക് ഡ്രൈവ് മോഡ്സ് ചൂസ് ചെയ്യാം. എക്കോ, നോർമൽ, സ്പോർട്ട്, ഇൻഡിവിജ്വലിന് നമുക്ക് പെർഫോമൻസ്, സ്റ്റിയറിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്ത് കോൺഫിഗർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇൻഡിവിജ്വലിൽ ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഹാൻഡ്ലിങ്ങും നോർമൽ എൻജിൻ ബിഹേവിയറുമാണ് ഇൻഡിവിജ്വലിൽ ഞാൻ കോൺഫിഗർ ചെയ്തേക്കുന്നത്. അതുപോലെ നമുക്കിവിടെ ഒരു മൊബൈൽ ഇൻഡക്ഷൻ ചാർജിങ് ഇതുണ്ട്. യൂഷ്വലി ഇൻഡക്ഷൻ ചാർജിങ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ കൂടാതെ നമുക്ക് 2 USB-C പോർട്ടുകൾ വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഒരു ഗുണമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മാനുവൽ കൺട്രോൾ നോബ്സ് ഉണ്ട്. ഇപ്പം എല്ലാം ടച്ച് സ്ക്രീനിലോട്ട് മാറുന്നു. ബട്ട് സ്റ്റിൽ അവർ AC-യുടെ കൺട്രോൾസ് എല്ലാം തന്നെ മാനുവലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്. നമുക്ക് അത് സിങ്കിലിട്ട് കഴിഞ്ഞാൽ ഒരേപോലെയും സിങ്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പാസഞ്ചർ സീറ്റിൽ സെപ്പറേറ്റ് ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഓട്ടോ പാർക്കിംഗ് ഉണ്ട്. ഓട്ടോ പാർക്കിൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി തന്നെ പാർക്ക് ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. സീറ്റ് ഹീറ്റിംഗ് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് ഹീറ്റിംഗ് വരുന്നുണ്ട്. ഒരു 3 ലെവൽ സ്റ്റിയറിംഗ് ഹീറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിന്റെ കൺട്രോൾസ് ആണ് ഇവിടെ വരുന്നത്. അത് നമുക്ക് ഈവൻ ട്രാഫിക് സൈൻ റെക്കഗ്നിഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് റോട്ടിലെ സ്പീഡ് അനുസരിച്ച് വണ്ടി സ്വയം അഡ്ജസ്റ്റ് ചെയ്ത് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സിസ്റ്റമാണത്. പിന്നെ ഓഡിയോ കൺട്രോൾ ഉണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയർലെസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഡാഷ്ബോർഡൊക്കെ ആണെങ്കിൽ അത്യാവശ്യം സ്പേസ് ഉള്ള ഡാഷ്ബോർഡാണ്. നമുക്ക് ഒരു ചെറിയൊരു സ്റ്റോറേജ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലേഔട്ടാണ്. നമ്മുടെ ഒരു Volkswagen ഗ്രൂപ്പിൽ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു സിമ്പിൾ ഡിസൈൻ. ഓൾമോസ്റ്റ് ഒരു 2016 അറ്റാക്ക് ആദ്യമായിട്ട് മാർക്കറ്റിൽ വരുന്നത്. അന്ന് മുതൽ ഉള്ള ലാസ്റ്റ് 10 ഇയർ ബാക്ക് സൈഡ് ഓൾമോസ്റ്റ് ഒരു സിമിലർ ഡിസൈൻ തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നത്. ഫ്രണ്ടിലാണ് കൂടുതൽ പുതിയ മോഡലിന് മാറ്റം വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ടെയിൽ ലാമ്പാണ്. സിമ്പിൾ ഡിസൈൻ. റിയർ വൈപ്പർ കൊടുത്തിട്ടുണ്ട്. ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഡിക്കി സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇലക്ട്രോണിക്കലി ഓപ്പറേറ്റ് ചെയ്യുകയോ ക്ലോസ് ചെയ്യുകയും ചെയ്യാം. ഒരു ഫാമിലിക്ക് അത്യാവശ്യമുള്ള ലഗേജ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ ലഗേജ് ലെങ്തി ആയിട്ടുള്ളത് നമുക്ക് ത്രൂ ലോഡ് ചെയ്യണമെങ്കിൽ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. പിന്നെ സീറ്റ് 60-40 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മടക്കാം. അതായത് ഒരു സീറ്റായിട്ട് മടക്കാം, അല്ലെങ്കിൽ 2 സീറ്റായിട്ട് മടക്കാം. ഗ്രാബ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലുമൊക്കെ കെട്ടി വെക്കാനൊക്കെ ആയിട്ട് ഇവിടെ കുറച്ച് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു സ്റ്റെപ്പിനി ടയർ ഇതിൻ്റെ അടിയിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ട്രെയിലർ ഇത് ചെയ്യാനുള്ള ഒരു ഹോൾഡർ ഇതിൻ്റെ അടിയിൽ വരുന്നുണ്ട്. ഇപ്പോൾ വണ്ടി ഓഫായോണ്ടാണെന്ന് അല്ല അത് ഇത് നമുക്ക് ഒരു ചെറിയ ക്യാമ്പർ വാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ടോ ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. അത് ഇലക്ട്രോണിക്കലി നമുക്ക് അകത്തോട്ട് ഇത് ചെയ്ത് വിടാനും പറ്റും. ഇലക്ട്രോണിക്കലി നമുക്ക് ക്ലോസ് ചെയ്യാം. പിന്നെ റിയർ വ്യൂ ക്യാമറ ഇവിടെയാണ് വരുന്നത്. അതൊരു ഹിഡൻ ആയിട്ടുള്ളൊരു സ്പോട്ടിലാണ് വരുന്നത്. അതുകൊണ്ട് അങ്ങനെ ക്യാമറയിൽ അങ്ങനെ അധികം ഡസ്റ്റ് ഇഷ്യൂസ് ഒന്നും കാര്യങ്ങളൊന്നും വരാറില്ല. ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിനയാണ് കൊടുത്തെടുക്കുന്നത്. ചെറിയൊരു സ്പോയിലർ ഡിസൈൻ, ചെറിയൊരു സ്പോട്ടി ലുക്ക് കൊടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് ബേസിക്കലി ഒരു റിയർ വ്യൂ നമുക്ക് പറയാനുള്ളത്. ചെറിയ ഡ്രൈവ് പോയി നോക്കാം എങ്ങനെയുണ്ട് അറ്റാക്കയുടെ ഡ്രൈവ് ഫീൽ. നമ്മളിപ്പോൾ ഒരു ഡ്രൈവ് മോഡ് നോർമൽ ഡ്രൈവ് മോഡിലാണ് ഇട്ടേക്കണേ. അത്യാവശ്യം നല്ല ഹാൻഡ്ലിങ്, നമുക്ക് കൺട്രോൾ നമുക്ക് ഫീൽ ചെയ്യും ഷാർപ്പായിട്ട്. അതായത് നമുക്ക് സ്റ്റിയറിങ്ങും റോഡും നമ്മളൊരു കണക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ട്യൂണിങ് ആണ് ഇവർ കൊടുത്തേക്കണേ. ഇപ്പോൾ ഒരു 60 കിലോമീറ്റർ സ്പീഡിലുള്ള റോഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ.
അപ്പോൾ തേർഡ് ഗിയറിൽ വണ്ടി തന്നെ ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ബ്രേക്ക് ആക്സിലേറ്റർ ഒന്നും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. വണ്ടി തന്നെ ആ സ്പീഡ് 60 എന്നുള്ള ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് തേർഡ് ഗിയറിലാണ് ഇറക്കം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വളവൊക്കെ ഉള്ള റോട്ടിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല കോൺഫിഡൻസോട് കൂടി ഡ്രൈവ് ചെയ്യാവുന്ന ഒരു ഹാൻഡ്ലിംഗ് ഉണ്ട്. ഞാൻ വേറെ പല വണ്ടികളും ടെസ്റ്റ് ഡ്രൈവ്, ഈ ഒരു വണ്ടിയുടെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള വണ്ടികൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോഴും നമുക്ക് അത്രയും ഹാൻഡ്ലിംഗ് നമുക്ക് അത്രയും ഇതായിട്ട് തോന്നാറില്ല. കാര്യം ഇവർ ഇതിൻ്റെ ഇൻറ്റീരിയറിലൊന്നും അധികം പോഷ് അല്ലെങ്കിൽ ആ ഒരു ഫീലിന് വേണ്ടി അവരധികം എഫോർട്ട് കൊടുത്തിട്ടില്ല. പക്ഷേ വണ്ടിയുടെ ഫോക്സ്വാഗൻ്റെ 1.5 TSI എഞ്ചിനാണ് ഇതിൽ വരുന്നത്. 150 ഹോഴ്സ് പവർ, ഒരു 250 Nm ടോർക്കും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എഞ്ചിനും വിത്ത് 7 സ്പീഡ് DSG ഗിയർ ബോക്സും ആ ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഡ്രൈവിങ് നമുക്ക് വളരെ രസമുള്ള ഒരു ഫീലാണ്. പ്ലസ് ഇതേ സെയിം എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഉള്ള ടിഗ്വാനിനേക്കാളും കുറച്ചും കൂടെ സ്പോർട്ടി ഹാൻഡ്ലിംഗ് ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. സെയിം എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് കോമ്പിനേഷനാണ് സ്കോഡ കരോക്കിൽ വരുന്നത്. കരോക്ക് കുറച്ചും കൂടെ ഒരു കംഫർട്ട് ഓറിയന്റഡ് ഇതിലാണ് പോകുന്നത്. പക്ഷെ ഇതാണെങ്കിൽ നമുക്ക് കുറച്ച് ഡ്രൈവർ ഓറിയന്റഡ് ആണ്. ഇപ്പോൾ ഈ സ്ക്രീൻ തന്നെ ആണെങ്കിൽ ഒരല്പം ഡ്രൈവറിനെ ഫേസ് ചെയ്ത് ടിൽറ്റ് ചെയ്താണ് ഈ ഡാഷ്ബോർഡ് വരുന്നത്. പിന്നെ മൊത്തത്തിലുള്ള ലേ ഔട്ട് ആണെങ്കിലും എല്ലാം വളരെ എർഗണോമിക് ആണ്. നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഡ്രൈവ് ചെയ്യുമ്പോഴാണെങ്കിലും സ്റ്റിയറിംഗ് കൺട്രോൾസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളിൽ ഇട്ടാൽ ഓൾമോസ്റ്റ് ഒരു 90% നമുക്ക് ഡ്രൈവർ എഫോർട്ട് ഇല്ലാണ്ട് തന്നെ നമുക്ക് പോകാൻ പറ്റും. ഇത് സ്പീഡ് കാര്യങ്ങളെല്ലാം ഡിറ്റക്ട് ചെയ്യും. റോഡിലെ സ്പീഡ് ഡിറ്റക്ട് ചെയ്ത് തന്നെ പോകുന്നതുകൊണ്ട് നമുക്ക് എഫോർട്ട് ഭയങ്കര കുറവാണ്. പ്രത്യേകിച്ച് ലോങ് ട്രിപ്പുകളിലൊക്കെയാണ് ഇത് ഭയങ്കര യൂസ്ഫുൾ. ഞങ്ങളൊരു 1500 ഒക്കെ കിലോമീറ്റർ ഇത് ഒരു ദിവസം ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ലോങ് ഡ്രൈവിങ്ങുകൾക്കൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഈ ട്രാഫിക് സൈൻ റെക്കഗ്നേഷനുള്ള അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം. അത്യാവശ്യം നമ്മുടെ ഫാറ്റിക് ഒക്കെ റെക്കഗ്നൈസ് ചെയ്ത് വണ്ടി തന്നെ നമ്മളോട് പറയും കോഫി ബ്രേക്ക് എടുക്കാൻ, അല്ലെങ്കിൽ എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം, അങ്ങനെയുള്ള അഡാസ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. നാട്ടിലെ പോലെയല്ല, നമുക്ക് ഇവിടെ അഡാസ് ഫീച്ചേഴ്സ് എല്ലാം വളരെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആണ്. യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതെല്ലാം. നമ്മുടെ ഇവിടുത്തെ റോഡുകളാണെങ്കിലും ഇവിടെ കാര്യമായ എന്തോ പോലീസ് ചെക്കിങ് നടക്കുന്നുണ്ട്. റേഡിയോ ഉണ്ട്. ഇവിടുത്തെ റേഡിയോ നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് കിട്ടും. പിന്നെ നാവിഗേഷൻ ഇൻബിൽട്ട് ഉണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം വയർലെസ് ആയിട്ട് യൂസ് ചെയ്യാം. ടച്ച് സ്ക്രീനൊക്കെ ആണെങ്കിലും ഇതുവരെ ഒരു ലാഗോ അല്ലെങ്കിൽ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. ഓൾമോസ്റ്റ് 2 year ആയി. അപ്പോൾ ഇതുവരെ പ്രത്യേകിച്ച് അങ്ങനെ കംപ്ലൈൻറ്റുകൾ പറയാൻ ഒന്നും തന്നെ വണ്ടിക്ക് വന്നിട്ടില്ല. ഒരു ഫാമിലിക്ക് വളരെ റെക്കമെൻഡബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് സിലിണ്ടർ ടെക്നോളജി എന്ന് പറയുന്ന ടെക്നോളജി ഉണ്ട്. അതായത് നമ്മളൊരു ലോ സ്പീഡിലൊക്കെ ക്രൂയിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2 സിലിണ്ടർ കട്ട് ചെയ്ത് കളയും. അപ്പോൾ 2 സിലിണ്ടർ ആയിട്ടായിരിക്കും 4 സിലിണ്ടറിന് വരെ വണ്ടി ഓടുക. അത് നമുക്ക് കുറച്ച് ബെറ്റർ മൈലേജ് തരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. അതുപോലെ തന്നെ നമുക്ക് പെട്രോൾ ആണെങ്കിലും E5 അല്ലെങ്കിൽ E10 ഏത് വേണേലും അടിക്കാൻ അത് കോമ്പാറ്റബിൾ ആണ്. അപ്പോൾ E10 അടിച്ച് കുറച്ച് പൈസ ലാഭിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. മ്യൂസിക് സിസ്റ്റം ഒക്കെ നോർമൽ, ഒരു അങ്ങനെ ഭയങ്കര ഒരു പ്രീമിയം എന്നൊന്നും പറയാനില്ല. ഇത് ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മ്യൂസിക് സിസ്റ്റമാണ്. നമുക്ക് മോശമൊന്നും പറയാനില്ല. പിന്നെ കംഫർട്ട് വൈസ് ആണെങ്കിലും കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഈക്വലി ഗുഡ് എന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഈ വണ്ടികളെല്ലാം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയായിരുന്നു. ആകെ എനിക്ക് ഒരു മൈനസ് അല്ലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു പറയുന്നത് കുറച്ചും കൂടെ ഒരു ആംബിയൻ ലൈറ്റിങ്. ഇവിടെ ഒരു ഡാഷിൽ ഒരു ലൈറ്റ് വരുന്നുണ്ട്, പിന്നെ ഡോർ ട്രിമ്മിൽ വരുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ ഒരു ഐ ലെവലിൽ നമുക്ക് കാണത്തക്ക രീതിയിൽ വരുന്നതല്ല. അതുകൊണ്ട് നമുക്ക് അത്രയും ആ ഒരു ആംബിയൻ ലൈറ്റിങ് നമുക്ക് അത്രയും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആംബിയൻ ലൈറ്റിങ് കൊടുത്തിട്ടില്ല. അതുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ
സൺറൂഫ് ഉള്ള വേർഷൻസ് ഉണ്ട്. സൺറൂഫ് ഞങ്ങൾ ഓപ്റ്റ് ചെയ്യാത്തതാണ്. സൺറൂഫ് വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ ഈ പറയുന്ന ഓട്ടോ പാർക്കിംഗ് നമുക്ക് ഒരു പരിധി വരെ ഒരു ഗിമിക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം പലപ്പോഴും ടൈറ്റ് പാർക്കിംഗ് സ്പേസിലൊന്നും ഈ ഓട്ടോ പാർക്കിംഗ് സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യത്തില്ല. അല്ലെങ്കിൽ അത് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് വണ്ടി പറയുക. നമുക്കത് ടൈറ്റായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ലൊക്കേഷനിലാണെങ്കിൽ വണ്ടി തന്നെ പാർക്ക് ചെയ്യും. പക്ഷെ അങ്ങനെയല്ല, നമുക്കൊരു ഇൻ റിയാലിറ്റി ഒരു യൂസ് കേസ് എന്ന് പറയുന്നത് വണ്ടി ടൈറ്റായിട്ട് പാർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് നമുക്ക് പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പൊ അത് പലപ്പോഴും ഇത്തരത്തിലുള്ള ഓട്ടോ പാർക്കിംഗ് ഫീച്ചറുകൾ ചെയ്യാറില്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഈ പാഡിൽ ഷിഫ്റ്റ് ആണ്. പാഡിൽ ഷിഫ്റ്റ് ഈ DSG ഗിയർ ബോക്സ് ഒക്കെ ഉള്ള വണ്ടിക്ക് പാഡിൽ ഷിഫ്റ്റ് ആക്ച്വലി ഒരു അലങ്കാരം പോലെയാണ് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളൊരു സ്പോർട്ടി മോഡലും കൂടി ഇട്ടാൽ പിന്നെ പാഡിൽ ഷിഫ്റ്റിന്റെ ഒന്നും ആവശ്യമേ ഇല്ല. പാഡിൽ ഷിഫ്റ്റ് ഞാൻ യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടി യൂസ് ചെയ്തതല്ലാണ്ട് പാഡിൽ ഷിഫ്റ്റ് ഞാൻ യൂസ് ചെയ്യാറില്ല. കാരണം നമ്മൾ വിചാരിക്കുന്നിടത്ത് വണ്ടി കയറുന്നുണ്ട്, വണ്ടി അത്രയും സ്മൂത്താണ്. വണ്ടിക്ക് ആ ഒരു വലിയില്ലാതെ വരുമ്പോഴാണല്ലോ പലപ്പോഴും പാഡിൽ ഷിഫ്റ്റ് യൂസ്ഫുൾ ആയി വരുന്നത്. ഇത് നമ്മൾ വിചാരിക്കുന്നിടത്ത് വണ്ടി കാല് കൊടുത്താൽ കയറും. അതുകൊണ്ട് നമുക്ക് ഈ പാഡിൽ ഷിഫ്റ്റ് വലിയൊരു യൂസ്ഫുൾ ഫീച്ചർ അല്ല. പിന്നെ ടോപ്പ് എൻഡ് വേരിയന്റിൽ ഇത് വരുന്നതുകൊണ്ട് നമ്മളത് എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് ഇതിൻ്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫോർമേഷൻസും കിട്ടും. ഈ പറയുന്ന വണ്ടിയുടെ ഹിസ്റ്ററി, സർവീസ് ഹിസ്റ്ററി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വണ്ടിയുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ തന്നെയാണുള്ളത്. നമുക്ക് ബുക്കായിട്ട് അല്ലെങ്കിൽ സർവീസ് ബുക്ക് അങ്ങനെ ഇല്ല. ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഈ ഒരു സ്ക്രീനിൻ്റെ അകത്താണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാനുവൽ സ്വിച്ചസും കൺട്രോൾസും കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഓക്കെയാണ്. നമ്മൾ സ്പോർട്ട് മോഡിലോട്ട് ഇടുവാണെങ്കിൽ ത്രോട്ടിലും ഹാൻഡ്ലിങ്ങും എല്ലാം കുറച്ചുകൂടെ നല്ല സ്പോർട്ടി ആവും. She know how to say yes, that. Thanks for watching, guys. See you in the next video. Bye.